ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൺ കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. രണ്ട് ഗൺസാണ് ഗൈസ് നമ്മൾ നോക്കുന്നത്. മീൻസ് നമ്മളൊന്ന് സ്നൈപ്പറും അതുപോലെ തന്നെ നമ്മളൊരു മിഡ് റേഞ്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവില്ല, അത്യാവശ്യം ലോങ് അടിക്കുന്ന നമ്മുടെ എയർ ഗൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിനും സ്നൈപ്പർ കളിക്കുന്ന പ്ലേയേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗൺ കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആയിരിക്കും. ഇപ്പോൾ സ്നൈപ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് ഗൺ കോംബോ കാര്യങ്ങളൊക്കെ കിട്ടാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ ഗൺ കോംബോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ARM ഗൺസ് വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സിന് പറ്റിയൊരു അടിപൊളി ഷോട്ട് ഗൺ കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എയർ ഗൺസ് വെച്ച് കളിക്കുന്ന നമ്മുടെ AK-47 അതുപോലെ തന്നെ XM8 അതുപോലെ തന്നെ നമ്മുടെ എയർ ഗൺസിലുള്ള ഒരുപാട് ഗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ M4 പോലുള്ള ഗൺസ് കാര്യങ്ങളൊക്കെ M60 അങ്ങനെയൊക്കെ ഒരുപാട് ഗണ്ണുകളുണ്ട്. അപ്പോൾ ആ ഗണ്ണിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ട് ഷോട്ട് ഗണ്ണായിട്ടുള്ള ഒരു കോംബോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വേറൊന്നുമില്ല ഗൈസ്, നമ്മളെ മേഗാണ് ഗൈസ് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. മേഗ് പോലുള്ള ഗൺസ്, നമ്മുടെ ഒരു M80 പോലുള്ള ഗൺസ്, M80 എനിക്ക് അത്ര ബെറ്ററായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ കുത്തിപ്പിടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കണേ നിങ്ങൾ മേഗ് M10 അങ്ങനെയുള്ള ഗൺസ് കാര്യങ്ങൾ മേഗോ M10 എടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങളൊരു എയർ വെച്ച് കളിക്കുന്ന ഗണ്ണൊക്കെ വെച്ച് കളിക്കുന്നവരാണ് എയർ മേഗൊക്കെ എടുത്ത് കളിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റിയൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ഞാൻ മേഗും അതുപോലെ തന്നെ M4 ആണ് എടുത്തുള്ളത്. ഫുൾ മാക്സ് ആണ് M4. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം ലോങ്ങിലുള്ള എനിമി നമുക്ക് M4 വെച്ച് അടിക്കാം. അതുപോലെ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ ഒരു ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുത്തോട്ട്. അപ്പോൾ ഇതേപോലെ പെട്ടെന്നൊക്കെ ഒരു എനിമി വരികയാണ്, പെട്ടെന്ന് തന്നെ അവന്മാരെ കുത്തിപ്പിടിച്ച് കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഗണ്ണ് മേഗ് M10 പോലുള്ള ഗൺസാണ്. നമ്മുടെ M80 പോലുള്ള ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ്. M80 അത്ര ബെറ്റർ അല്ല. M80 2 ബുള്ളറ്റ് ഉണ്ടാവില്ല, 2 ബുള്ളറ്റും കൊണ്ടില്ലെങ്കിൽ ആകെ മൂഞ്ചും, നമ്മൾ പെട്ടെന്ന് തന്നെ ചാവും. ഇതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓരോ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടെയുള്ള ഒരു അത്യാവശ്യം ലോങ്ങിലുള്ള എനിമി, അതുപോലത്തെ ഒരു എനിമി നമ്മൾ അടുത്തോട്ട് ഇപ്പോൾ കയറി വരുന്നുണ്ട്. ആ എനിമി കുറച്ച് ഡാമേജ് കൊടുത്തു, പിന്നെ അവന് പെട്ടെന്ന് തന്നെ കുത്തിപ്പിടിച്ച് കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗണ്ണ് വെച്ച് കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റും. അത്യാവശ്യത്തിന് നമുക്ക് ലോങ് അടിക്കാം. അതുപോലെ നമ്മൾ അടുത്തോട്ട് വരുന്ന എനിമീസ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ഗൺ കോംബോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വേറെ കാര്യമൊക്കെ ഉണ്ട്, സ്നൈപ്പർ പ്ലേയേഴ്സ്. അപ്പോൾ നമ്മൾ റാങ്ക് കളിക്കുന്ന സമയത്ത് നിങ്ങൾ AWM ഒക്കെ എടുത്ത് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള അതിന് പറ്റിയ ഗണ്ണ്. ഒരു AWM അതുപോലത്തെ ഒരു ഷോട്ട് ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുക ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഷോട്ട് ഗണ്ണിനെ പറ്റിയിട്ടും അതുപോലെ AWM എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഞാനൊരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്നൈപ്പറൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ കില്ല് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. കൂടുതൽ നമുക്ക് സ്നൈപ്പർ പ്ലേസിന് കൂടുതൽ നല്ല കില്ല് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് അറിയാമെന്ന് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമുക്കൊരു വെപ്പിൽ തന്നെ ഏകദേശം 150 HP കിട്ടും, അല്ലെങ്കിൽ 130 HP കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ സ്നൈപ്പറൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഉപകാരം വേറെ ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, AWM എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലത്തെ ഗൺസ് UMP പോലുള്ള ഗണ്ണ്, UMP MP5 പോലുള്ള ഷോട്ട് ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഗണ്ണ് എടുക്കുന്നത് ബെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ ക്ലിപ്പ് നേരത്തെ കണ്ടില്ല, അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു എനിമീനെ പഠിച്ച് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ MP5 വെച്ചടിച്ച് അവനെ പെട്ടെന്ന് തന്നെ തീർത്ത്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കുകയാണെങ്കിൽ ഒരു ഡാമേജ് മാക്സിമം ഒരു 150 ഡാമേജെങ്കിലും പെട്ടെന്ന് തന്നെ കൊള്ളും. പിന്നെ അവന്മാർ അത്യാവശ്യം ലോങ്ങിൽ നിന്ന് കളിക്കും. നമ്മളൊരു സ്നൈപ്പർ പ്ലെയർ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ലോങ്ങിൽ നിന്ന് ടൗണിൽ നമ്മൾ എനിമീസിനെ കില്ലെടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 150 HP വരുമ്പോൾ അവന്മാരെ കുറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ UMP MP5 കാര്യങ്ങളൊക്കെ വെച്ച് ഇതേപോലത്തെ ഷോട്ട് ഗണ്ണ് മിഡ് റേഞ്ച് ഗണ്ണ് കാര്യങ്ങളൊക്കെ വെച്ച് അവന്മാരെ തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. നിങ്ങളെ കില്ലാണെങ്കിൽ മിസ്സാവത്തില്ല. നിങ്ങൾക്ക് അവന്മാരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗൺ കോംബോ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് എനിമി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുത്തിപ്പിടിച്ച് അവന്മാരെ കില്ല് കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗൺ കോംബോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ളവരാണ് ജസ്റ്റ് എൻ്റെ ഈ ചാനൽ സബ് ചെയ്താൽ മാത്രം മതി. അതുപോലെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടിച്ചെന്ന് കമൻറ്റ് ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് വൺ ടാപ്പ് പഠിക്കാൻ പറ്റിയ അടിപൊളി ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.